ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കൊറിയൻ മൂവിയാണ്. മൂവിയുടെ സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് ഒരു ഗ്യാങ്സ്റ്റർ ലേഡീനെയാണ്. ഈ ലേഡി ആണെങ്കിൽ ഹോസ്പിറ്റലാണ്. ഈ ലേഡിയുടെ മോനും അതുപോലെ ഹസ്ബൻഡും ഒക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഇവർക്കാണെങ്കിൽ ബ്ലഡ് ആവശ്യമുണ്ട്. അപ്പോൾ വളരെ ലെയർ ആയിട്ടുള്ളൊരു ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ആ പയ്യനെ കാണിക്കുന്നുണ്ട്, ഈ ലേഡിയുടെ മോൻ്റെ ഫേസൊക്കെ നല്ല രീതിയിലൊക്കെ വിളറി വെളുത്തിട്ടുണ്ട്, ബ്ലഡ് കുറവായിട്ട്. അങ്ങനെ ഡോക്ടേഴ്സൊക്കെ ഈ ചെക്കനെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതേ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഈ ചെക്കൻ്റെ ഫാദറും കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവന് ബ്ലഡ് വേണം. ഇവന് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുറച്ച് ലെയർ ആയിട്ടുള്ള ഗ്രൂപ്പാണ്, കിട്ടാൻ ചാൻസ് കുറവാണ്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് ഈ ലേഡിയുടെ അടുത്ത് പറയുന്നുണ്ട് ബ്ലഡ് എത്രയും വേഗം എത്തിക്കണമെന്ന്. ആ സമയത്ത് ഈ ലേഡി ആണെങ്കിൽ ആർക്കും കോൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് വേറൊരു ഗ്യാങ്സ്റ്ററാണ്. ഈ ഗ്യാങ്സ്റ്റർ ആണെങ്കിൽ ഒരു കോളനിക്ക് വന്നേക്കാണ്. ഇവിടെയാണ് നമ്മുടെ ഹീറോയിനുള്ളത്. ഹീറോയിൻ്റെ ഫാദറും അതുപോലെ മദറിനെയും ഗ്യാങ്സ്റ്റർ വന്നു കഴിഞ്ഞിട്ട് ക്രൂരമായി കൊല്ലുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിന് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട്. ഇവളെ കൺമുന്നിൽ വെച്ചിട്ടായിരിക്കും രണ്ടുപേരും കൊന്നു കളയുക. ഇവളുടെ ബ്ലഡ് എന്ന് പറയുന്നത് ആ പയ്യൻ്റെ ബ്ലഡായിട്ട് മാച്ച് ആയിരിക്കും. നമ്മുടെ ഹീറോയിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവർ വന്നിട്ടുണ്ടായിരിക്കുക. അതേ സമയത്ത് തന്നെ വേറൊരു പേഴ്സണെ കാണിക്കേണ്ടത്. ഇത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിൻ്റെ ഫാദറാണ്. അസീഷനാണ് കേട്ടോ ഹീറോയിൻ്റെ ഫാദർ. ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോയിൻ്റെ ഫാദർ അവിടേക്ക് എൻ്റർ ആവുന്നുണ്ട്. ഫാദർ വന്നു കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ തോതിലൊക്കെ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഫാദറിനെ കാണുമ്പോൾ കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനമ്മനെ കൊന്നുണ്ടെന്ന്. അങ്ങനെ അവർ തമ്മിൽ ചെറിയ ഫൈറ്റ് നടക്കുകയാണ്. ഫൈറ്റിനൊടുവിൽ നമ്മുടെ ഹീറോയിനെയും കൊണ്ട് നമ്മുടെ ഫാദറാണെങ്കിൽ വരുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ ഗ്യാങ്സ്റ്റർ പയ്യനെ കാണിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ മിസ്സായി പോയിണ്ടായിരിക്കും. ഈ ടൈമിലാണെങ്കിൽ ഗ്യാങ്സ്റ്റർ വന്നിട്ട് പറയാണ് എൻ്റെ ക്രെഡിറ്റ് തിരിച്ചു തരാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ പെണ്ണിനെ വേണമെന്ന് പറയുന്നുണ്ട്. ഇവൻ പറയാണ് ഞാൻ എത്രയും വേഗം അവളെ കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് ഇവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോയിൻ്റെ ഫാദറും അതുപോലെ തന്നെ അവൻ്റെ അങ്കിളും സംസാരിക്കുകയാണ്. ആ സമയത്ത് ഹീറോയിനെ വീട്ടിൽ കൊണ്ടുവന്നായിരിക്കും. ഹീറോയിനാണെങ്കിൽ വീട്ടിലെത്തിയിട്ട് സകല സാധനങ്ങൾ തല്ലി പൊട്ടിക്കാണ്. ഹീറോയിന് ഭയങ്കര പേടിയാണ്. അതായത് ഇവളെ എന്തിനൊക്കെ കൊണ്ടുവന്നെന്ന് അറിയില്ല. ആ സമയത്ത് നമ്മുടെ ഹീറോയും അവൻ്റെ ബ്രദറും വരുന്നുണ്ട് കേട്ടോ. ഹീറോ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയേണ്ടത് നീ കൂളാവ്, നിനക്കൊന്നുമില്ല, നിന്നെ ആരൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ നല്ല രീതിയിൽ കംഫർട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയിൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിന് കുറച്ച് ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇതേ ടൈമിൽ ഇവളെ കഴുത്തിലൊക്കെ നല്ല രീതിയിലൊക്കെ ഇഞ്ചുറി വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ അവിടുത്തെ നമ്മുടെ ഹീറോയിൻ്റെ അങ്കിൾസൊക്കെ സംസാരിക്കണം. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ ബ്ലഡ് എടുക്കാണ് കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത് അത്ര സ്പെഷ്യലാണ്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ചെറുതായിട്ട് ഫീലൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ ഫാദറാണെങ്കിൽ പറയുന്നുണ്ട് ഇവളെ നല്ല രീതിയിൽ കെയർ ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഹീറോയിൻ്റെ അടുത്തിട്ട്. അപ്പോൾ ഹീറോയും ഓക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ വീട് ചുറ്റും നോക്കാണ് കേട്ടോ. ഇത് കാണുന്ന സമയത്ത് ഇവൾക്ക് എന്തൊക്കെ ഫീൽ ആവുന്നുണ്ട്. അതായത് ഇവളെ അച്ഛനമ്മേനെ കൊന്നതൊക്കെയാണ് ഇവൾക്ക് ഓർമ്മ വരേണ്ടത്. ഇവളാണെങ്കിൽ എന്തൊക്കെയോ ചുമരിൽ കുത്തിക്കുറിച്ച് പടം പോലെ വരയ്ക്കുന്നുണ്ട്. അങ്ങനെ മഴയുള്ളൊരു ഡേ വരെയാണ്. ഈ സമയത്ത് മഴ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ അവൻ്റെ അടുത്തൊന്നും മിണ്ടണമെന്നില്ല. എന്നിട്ട് ഇവൻ വന്നിട്ട് കുറച്ച് മഴത്തുള്ളി എടുത്തിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഫേസിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഫസ്റ്റ് മടിച്ച് നിന്നാലും പിന്നെ നമ്മുടെ ഹീറോയിൻ്റെ ഒപ്പം പോകുന്നുണ്ട്. ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോയിൻ്റെ ബ്രദർ വരുന്നുണ്ട്. ഇവൻ്റെ പേര് പെന്നാണ്. അങ്ങനെ പെൻ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനും പിടിച്ച് മഴ ഇതിട്ടുണ്ട്. അങ്ങനെ ഇവർ 3 പേരും കൂടി എൻജോയ് ചെയ്തിട്ട് അവിടെ നിന്നിട്ട് മഴ കൊണ്ട് ആസ്വദിച്ച് കളിക്കുകയാണ്. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇവർ വളർന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ ബ്രദറും ഇവർ നല്ല നല്ല എന്താ പറയുക നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ്. അതിന് ശേഷം കാണിക്കുന്നത് ആ ലേഡീനെയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ ആ ലേഡിയാണെങ്കിൽ ആ ഗ്യാങ്സ്റ്റർ അടുത്ത് പറയുന്നുണ്ട് എത്ര വേഗം ആ പെണ്ണിനെ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. ഇവനും പറയുന്നുണ്ട് ഓക്കെ ഞാൻ എത്ര വേഗം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. ഹീറോയിനും അതുപോലെ ഹീറോയും രണ്ടുപേരും ഇരിക്കുകയാണ്. ഈ ടൈമിൽ നമ്മുടെ ഹീറോയിൻ്റെ ബ്രദർ ആണെങ്കിൽ ഉണ്ടല്ലോ ഇവനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാണ്. നമ്മുടെ ഹീറോയിൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ അസേഷനാണ് കേട്ടോ. അസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാണെങ്കിൽ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനം പഠിപ്പിക്കുന്നത്. ബ്രദറിനെ എന്തോരം പഠിപ്പിച്ചിട്ടും അങ്കിൾ പറയാണ് ഇവനൊരിക്കലും നേരാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്കിളാണെങ്കിൽ അവനവിടെ അടിച്ചിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ബ്രദറിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബ്രദർ പറയാണ് എനിക്ക് എന്തായാലും അങ്കിളിനെ തിരിച്ച് തോൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവൻ സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോ പറയണേ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മുടെ ബ്രദറും ഹീറോയും തമ്മിൽ ചെറിയ ഫൈറ്റ് തുടങ്ങുന്നുണ്ട്. അതായത് എങ്ങനെയാണ് നിന്നെ ഫൈറ്റ് ചെയ്യേണ്ടത് ഞാൻ പഠിപ്പിച്ചു തരാമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ബ്രദർ പറയുന്നുണ്ട് ഓ നീ ഇങ്ങനെ തന്നെ അടിക്കില്ലെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റടി തന്നെ ഞാൻ ചത്തുപോകുന്നു പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. ഇവളാണെങ്കിൽ അവർ ഫൈറ്റ് ചെയ്തല്ലോ ആ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഇവൾ തന്നെ ഫൈറ്റ് ചെയ്യാറുണ്ടോ. അത് നമ്മുടെ
ഹീറോൻ്റെ ബ്രദറും അതുപോലെ അങ്കിൾ ഏറ്റുമുട്ടുണ്ട്. ആ സമയത്താണെങ്കിൽ അങ്കിളിനെ അടിപൊളിയായിട്ട് തോൽപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ്, 22 വയസ്സാവണം. ഈ സമയത്ത് ചെക്കനാണെങ്കിൽ ക്ഷീണിച്ച് കിടന്നുറങ്ങിണ്ടായിരിക്കും. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിന് നൈ പൊളിച്ചിട്ട് കൊടുക്കണ്ടായിരിക്കും. അവൾ തിരിച്ചാവാനുണ്ടോ. പിന്നീട് ഇവരെല്ലാവരും കൂടി ഫാമിലി ഒന്നിച്ച് ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഉണ്ടല്ലോ, ഹീറോൻ്റെ കൂടെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അവളുടെ ഒരു ഡ്രസ്സ് എടുക്കേണ്ട ഈ സമയത്ത് ബ്രദർ വന്നിട്ട് ചോദിക്കുക എവിടേക്കാണ് പോകണം ചോദിക്കുമ്പോൾ പുറത്തേക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ബ്രദർ എന്തൊരു കോമ്പറ്റീഷന് പോകാൻ നിൽക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് എന്തോ ചെറുതായിട്ട് വിഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫാദർ പറഞ്ഞിട്ട് നീ വിഷമിക്കണ്ടാവും ഓക്കെ ആവുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഹീറോയിൻ ഇവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് വന്നേക്കാണ് ഒരു ഡേറ്റിങ് പോലെ. അവരാണെങ്കിൽ അവിടുത്തെ ഫുഡ്സ് കാര്യങ്ങളൊക്കെ വാങ്ങി കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല എൻജോയ് ചെയ്താണ് പോകുന്നത്. ആ സമയത്താണെങ്കിൽ കറക്റ്റ് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ പെയ്യുന്ന ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നിൽക്കുന്ന ടൈമിൽ കറക്റ്റ് ആ ഗ്യാങ്സ്റ്റർ ഉണ്ടല്ലോ ആളവിടെ ഉണ്ടായിരിക്കും. നമ്മുടെ ഹീറോയിൻ്റെ കഴുത്തിൽ ആ ഒരു പാടുണ്ടല്ലോ, ആ പാട് ഇയാൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇയാൾക്ക് മനസ്സിലാവും നമ്മുടെ ഹീറോയിനാന്ന് മനസ്സിലാവുന്നുണ്ട്. ഇയാൾ വന്ന് നോക്കുന്ന സമയത്ത് അവരെ കാണാനില്ല കേട്ടോ. അങ്ങനെ ഈ ഗ്യാങ്സ്റ്റർ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ അവരുടെ പിന്നാലെ അവരെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ അവൻ്റെ വീടാണെങ്കിൽ കണ്ടുപിടിക്കുന്നുണ്ട്. അതിനുശേഷം ഇവൻ പറയാണ് നിന്നെ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട് ഫൈനലി. അങ്ങനെ ഇവൻ വന്നിട്ട് ആ ലേഡിയുടെ അടുത്തും അതുപോലെ തന്നെ ആളുടെ ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ പറയാണ് നമ്മുടെ ഹീറോൻ്റെ വീട്ടിലാണ് ഹീറോയിനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോൻ്റെ ഫാദറാണെങ്കിൽ വന്നിട്ട് ഹീറോനെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നിനല്ല, അതായത് നമ്മുടെ ഹീറോയിന് വിക്കൂട്ടിയും പുറത്ത് പോയില്ല, അതെന്തിനാണ് ചോദിക്കുന്നത്. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട് അതിനിപ്പോൾ എന്താണ് എവിടെ എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഫാദർ പറയുന്നുണ്ട് അവളെ പുറത്ത് അങ്ങനെ വെച്ച് ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് എനിക്ക് അറിയാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ ചെയ്ത് തെറ്റാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് തെറ്റ് മനസ്സിലാവുന്നുണ്ട്. അവൻ സോറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫാദറാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ആ ഗ്യാങ്സ്റ്റർ ഉണ്ടല്ലോ ആളാണെങ്കിൽ ഇവരെ വീടിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ആളുടെ ആൾക്കാരും കൂടി വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ വീടാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. ഈ സമയത്ത് ഭയങ്കര ബ്ലാസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഹീറോയിനാണെങ്കിൽ ഈ ടൈമിലാണെങ്കിൽ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്, പക്ഷെ അവൾക്കാണെങ്കിൽ പറ്റില്ല. അങ്ങനെ നമ്മുടെ ഹീറോൻ്റെ ഫാദറും അതുപോലെ ബ്രദറും ആ ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പും 2 ഗ്രൂപ്പ്സും തമ്മിൽ ഏറ്റുമുട്ടാണ്. അതിനൊടുവിലാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ഇഞ്ചുറി സംഭവിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹീറോൻ്റെ ഫാദർ ഉണ്ടല്ലോ ആളാണെങ്കിൽ അവിടെ മരിക്കുകയാണ്. ആൾ പറയുന്നത് നിങ്ങൾ രക്ഷപ്പെട്ടോ എന്ന് പറയുന്നുണ്ട്. ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ ബ്രദർ അതുപോലെ നമ്മുടെ ഹീറോയിൻ അങ്കിള് ഇവർ മാത്രം രക്ഷപ്പെടാം, ബാക്കി എല്ലാവരും ആ ഫൈറ്റിൽ മരിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര സാഡാണ്. ഒരു വേറെ പ്ലേസിലേക്ക് വന്നിട്ട് ഇവള് പറയാണ് ഞാനിങ്ങോട്ട് ഒരു നിമിഷം പോലും നിൽക്കില്ല, എൻ്റെ അച്ഛനമ്മയും മരിച്ചു, ഇപ്പം തന്നെ നമ്മുടെ ഹീറോൻ്റെ ഫാദറും മരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കാരണം എല്ലാം സംഭവിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണ് എനിക്ക് അറിയണത്. എനിക്ക് പറയാണ് നിങ്ങൾ എന്തിനാണ് എന്നെ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കേണ്ടത് കേട്ടോ. ജസ്റ്റ് വെറുതെ ബ്ലഡിന് വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ബ്രദർ പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാണ്, അതായത് നിൻ്റെ ബ്ലഡ് റെയറാണ്, നമ്മുടെ ഹീറോയ്ക്ക് ബ്ലഡിന് ആവശ്യമുണ്ട്, അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ബ്ലഡ് എടുത്തിട്ടാണ് ഹീറോയ്ക്ക് കൊടുക്കേണ്ട ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രദർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു രീതിയിൽ അവളെ പറഞ്ഞ് കൺവിൻസ് ആക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോനെ കാണിക്കുന്നതാണ് ഇവൻ കണ്ണ് തുറന്നുണ്ടായിരിക്കും. കണ്ണ് തുറക്കുന്ന സമയത്ത് തന്നെ ഇവൻ അച്ഛനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്കിൾസ് പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അച്ഛൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇവർ രക്ഷിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ കേൾക്കുന്നുണ്ടായിരിക്കുന്നുണ്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ വന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് സോറി പറയുന്നുണ്ട്. വേറെ ഒന്നല്ല നിൻ്റെ ബ്ലഡ് എടുത്തിട്ടാണല്ലോ നമ്മുടെ ഹീറോൻ്റെ ജീവനെ രക്ഷിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് സോറി ഒന്നും പറയണ്ട, എനിക്ക് നിന്നെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം, എൻ്റെ ഫസ്റ്റ് ഡേറ്റിങ് നീ ഒന്നിച്ചായിരുന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എനിക്കും നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഒന്ന് ഷോക്കാവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അങ്കിള് പറയുന്നുണ്ട് നിനക്കിതൊക്കെ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എനിക്കിത് പറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ട്രെയിനിങ് കൊടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇവളോട് ഫസ്റ്റ് പറയുന്നത് നമ്മുടെ ബ്രദറിനെ അടിച്ചിടാനാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഹീറോയിനും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനും ബ്രദറും തമ്മിൽ ചെറിയൊരു ഫൈറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഫൈറ്റിങ്ങിലാണെങ്കിൽ നമ്മുടെ ബ്രദറിനെ ചെറുതായിട്ട് നമ്മുടെ ഹീറോയിനൊക്കെ അടിച്ചിടുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഹീറോയിന് നല്ല പെയിനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ അങ്കിള് പറയാണ് നിനക്ക് എന്തായാലും ഇത് പറ്റില്ല, നീ ഒരു പെൺകുട്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഇല്ല എനിക്ക് പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നത് വിളിക്ക് എന്തായാലും ട്രെയിനിങ് കൊടുക്കുമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ട്രെയിനിങ് കൊടുക്കുകയാണ്. ബ്രദറും അതുപോലെ നമ്മുടെ ഹീറോയും അതുപോലെ അങ്കിൾസ് എല്ലാവരും കൂട്ടി നമ്മുടെ ഹീറോയിന് ട്രെയിനിങ് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അവളും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചും കണ്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗണ്ണൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ബ്രദർ പറയാണ്ട് ഗുഡ് ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവർ 3 പേരും തമ്മിലൊരു ഫൈറ്റിംഗ് ഒക്കെയാണ്. ആ സീനിൽ നമ്മുടെ ഹീറോയിൻ വിന്നാവുന്നുണ്ട്. നൈറ്റ് ആണെങ്കിൽ ഇവൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റണില്ല കേട്ടോ. ഇവളാണെങ്കിൽ കിടന്നുറങ്ങിയിട്ടുണ്ടായിരിക്കും,
ഭയങ്കര ടയേർഡായിട്ട് ആ ടൈമിൽ ഹീറോയും അതുപോലെ അവൻ്റെ ബ്രദറും വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് എടുത്തുണ്ട് കേട്ടോ. ഭയങ്കര കെയറിങ് ആണ് നമ്മുടെ ഹീറോയിന്. ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ കുറച്ച് സെക്കൻഡ് അവളെ നോക്കിയിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബ്രദറും ഹീറോയും സംസാരിക്കുകയാണ്. ബ്രദർ ചോദിക്കുകയാണ് നിനക്ക് അവളോട് ഇഷ്ടമാണോ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയേണ്ടത് എനിക്ക് അവളെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രദറിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയേണ്ടത് എന്തായാലും എൻ്റെ ഇഷ്ടം എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. കാരണം വേറൊന്നല്ല, ഇവർ അസെൻഷനായ കാരണം തന്നെ ഇവരുടെ ലൈഫിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അതിനുശേഷം ഈ ഗ്യാങ്സ്റ്ററാണ് കാണിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹീറോ വന്ന പ്ലേസ് ഉണ്ടല്ലോ അത് ട്രേസ് ചെയ്ത് നോക്കുകയാണ്. പിന്നീട് നമ്മുടെ ഹീറോയിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. ആ ടൈമിൽ കറക്റ്റ് ഹീറോ വരുന്നുണ്ട്. അതായത് ഒരാൾ വന്ന് എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ഹീറോയിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹീറോയിന് ഓൾറെഡി ഇവനോട് ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ അവളുടെ ഫീലിങ്സ് ആണ് പുറത്ത് വരികയാണ്. അങ്ങനെ ചെറുതായിട്ടൊരു കിസ്സിങ്ങും അവർ തമ്മിൽ അവിടെ ഇൻറ്റിമേറ്റ് ആവാണ് കേട്ടോ. അതിനുശേഷം അവരുടെ ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത്. ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പുതിയ ഡിഷസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരും പറയുന്നുണ്ട് നല്ല വെറൈറ്റി ഡിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ അവരുടെ ഫാദറിൻ്റെ ഓർമ്മയൊക്കെ വരുന്നുണ്ട്. ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഗ്യാങ്സ്റ്റർ ഗ്യാങ്ങും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. അതായത് ഇവരുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോഴേക്കും ഇവരും അതിന് ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ രണ്ട് ഗ്രൂപ്പ്സ് തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടാണ് കേട്ടോ. ഭയങ്കര ഫൈറ്റിംഗ് ആണ്. ഫൈറ്റിംഗ് എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. ഈ ഫൈറ്റിങ്ങിനാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ രണ്ട് അങ്കിൾസ് ഉണ്ടായിരിക്കും. അവർ രണ്ടുപേരും മരിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ആ ഗ്യാങ്സ്റ്ററിൽ കുറച്ച് പേരുണ്ടല്ലോ അവരും മരിച്ചിട്ടുണ്ടായിരിക്കും. ആ ഗ്യാങ്സ്റ്ററാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ അവൾ കൊന്നിട്ടുണ്ടായിരിക്കും. അവളും അതുപോലെ ഗ്യാങ്സ്റ്ററും തമ്മിൽ ഏറ്റുമുട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ ബ്രദർ വേറൊരാളെ കൊന്നിട്ടുണ്ടായിരിക്കും. ഈ ഏറ്റുമുട്ടലിൽ നമ്മുടെ ഹീറോയിൻ ഫൈനലി അവനെ കൊന്നിട്ടുണ്ടായിരിക്കും. കാരണം ഇവൾ അച്ഛനമ്മനെ കൊന്നത് ഇയാളാണല്ലോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയും അതുപോലെ ബ്രദറും വരുന്നുണ്ട്. ഇവർക്ക് 3 പേർക്ക് നല്ല രീതിയിൽ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇവർക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഹീറോയിൻ്റെ ഭയങ്കര നിലയാണ് ഭയങ്കര ക്രിട്ടിക്കലായിരിക്കും. എന്നിട്ട് ഹീറോ പറയുന്നുണ്ട് ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരിക്കും. അങ്ങനെ ഹീറോ ഇവൻ്റെ ബ്ലഡ് എടുത്തിട്ട് നമ്മുടെ ഹീറോയിന് കൊടുക്കുന്നുണ്ട്. കാരണം ഉള്ള ബ്ലഡ് കുറേ പോയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ബ്രദറിനോട് പറഞ്ഞിട്ട് നീ തൽക്കാലം ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ ബോഡിയിലത്തെ കംപ്ലീറ്റ് ബ്ലഡ് എടുത്ത് നമ്മുടെ ഹീറോയിന് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ പുറത്ത് വേറൊരാൾ വന്നിട്ടുണ്ടായിരിക്കും. അതായത് ഗ്യാങ്സ്റ്ററിൽ ഒരാൾ മരിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ബ്രദർ പറയുന്നുണ്ട് നീ ഇവളെ കാര്യം നോക്കും ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ബ്രദറാണെങ്കിൽ അവിടെ ലോക്ക് ചെയ്തിട്ടാവും പുറത്തേക്ക് പോകുന്നുണ്ടായിരിക്കും. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബ്രദറിനെ ആണെങ്കിൽ അവിടെ വെട്ടി നുറുക്കായിരിക്കും കേട്ടോ. ബ്രദറും നമ്മുടെ ഹീറോയും തമ്മിലുള്ള ആ ഒരു ചെറിയ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രദറാണെങ്കിൽ ഫൈനലി മരിക്കുകയാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഹീറോയിനെ പ്രൊട്ടക്ട് ചെയ്യണമല്ലോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കണ്ണ് തുറക്കേണ്ട മോർണിംഗ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിനെ കാണുമ്പോൾ ഇവളാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. നമ്മുടെ ഹീറോയിനെ മരിച്ചു പോയിട്ടുണ്ടായിരിക്കും. കാരണം ഇവൻ്റെ ബ്ലഡ് കംപ്ലീറ്റ് എടുത്ത് ഇവളെ ലൈഫ് അവൻ രക്ഷിച്ചിട്ടുണ്ടായിരിക്കും. അവൻ സ്വയം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനെ കണ്ട കാര്യങ്ങളൊക്കെ അവൾ വൺ ബൈ ആയിട്ട് ഓർക്കാണ് കേട്ടോ. അതായത് ഫസ്റ്റ് ടൈം കണ്ടതും മഴയത്ത് നനഞ്ഞതും അവരെ ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതും ഹഗ് ചെയ്തും ഡേറ്റിങ്ങിന് പോയതും എല്ലാ കാര്യങ്ങളും ഓർത്ത് ഇവൾക്ക് അറിയാണ്. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു പയ്യനാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് വെയിറ്റിന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഈ പയ്യനാണെങ്കിൽ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്തോ ചെയ്യാണ്. അപ്പോൾ ഈ ട്രെയിനിങ് നല്ല രീതിയിൽ അവൻ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോയിനെ കാണുന്നുണ്ട്. ഈ പയ്യൻ വേറെ ആരല്ല നമ്മുടെ ഹീറോയിൻ്റെ മകനാണ് കേട്ടോ. എന്നിട്ട് ഹീറോയിനെ വന്നിട്ട് ഇവൻ ഭയങ്കരമായിട്ട് വന്നിട്ട് ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ആ ഒരു ഫാമിലി ഉണ്ടല്ലോ അവരുടെ ബേസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസോസിയേഷൻ ആണല്ലോ. അപ്പോൾ ആ ഒരു ഇതിലേക്ക് ഇവനെ ട്രെയിനിങ് ചെയ്ത് കൊണ്ടുവരാനാണ് നോക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഈ പയ്യനാണെങ്കിൽ കിസ് ചെയ്യുന്നുണ്ട് മമ്മി ഡാഡി എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇവനാണെങ്കിൽ അവളാണെങ്കിൽ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഈ പയ്യൻ പ്രാർത്ഥിച്ചിട്ടാണ് അതൊക്കെ കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ഹീറോയും മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ നിൻ്റെ ഫാദറിൻ്റെ ഫാമിലിക്ക് വന്നപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്, അതുപോലെ തന്നെ ആ ഫാമിലിയിൽ ഞാൻ നല്ലൊരു മെമ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ ആലോചിക്കുന്നുണ്ട്. നിൻ്റെ അച്ഛനെ കണ്ടുമുട്ടിയതാണ് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ മനസ്സിൽ തിങ്ക് ചെയ്യുന്നുണ്ട്. നിന്നെ ഞാൻ നല്ല രീതിയിലൊരു നല്ലൊരു അസോസിയേഷൻ ആക്കുന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ മനസ്സിൽ. അങ്ങനെ ഇവരുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ആക്ച്വലി ഇപ്പോൾ ഈ ഫാമിലിയിൽ ആരും തന്നെ എല്ലാവരും മരിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹീറോയിൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കുട്ടിയുണ്ടോ. അങ്ങനെ ഈ ഒരു സീനും കാണിച്ചിട്ടാണ് നമ്മുടെ ഈ മൂവി തന്നെ എൻഡ് ആവണത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.